Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of recipes for life. First semester, Calcutta University, English Language Skill for Literature. Answer the following questions in 2 or 3 sentences. അപ്പോൾ 2 or 3 sentencesൽ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വൈ were Sunday lunches special? എന്തുകൊണ്ടാണ് സൺഡേ ലഞ്ചസ് സ്പെഷ്യൽ ആയത്? സൺഡേ ലഞ്ചസ് ആർ സ്പെഷ്യൽ ബിക്കോസ് ഓഫ് ദ പൂരീസ് ആൻഡ് മോർ ലക്ഷൂറിയസ് ഡിഷസ് ലൈക്ക് പനീർ or kaddu ki sabzi which their family could not afford every day, and the entire family ate together, making the meal more meaningful. സൺഡേ ലഞ്ചസ് സ്പെഷ്യലാണ്. അതിനുള്ള കാരണം അന്ന് നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള ഡിഷസ് ആയിരിക്കും. പനീർ, കഡ്ഡുക്കി സബ്സി, അതുപോലെ പൂരി. ഇത് എല്ലാ ദിവസവും ആ ഫാമിലിക്ക് ഉണ്ടാക്കാൻ അഫോർഡബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൺഡേ ലഞ്ചസ് സ്പെഷ്യലാണ്. അതുപോലെ സൺഡേയിൽ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് സൺഡേ ലഞ്ച് സ്പെഷ്യലാകുന്നത്. നെക്സ്റ്റ്, വൈ വാസ് ബുക്നു മസാല മാസ് ട്രാവൽ സ്റ്റാപ്പിൾ? എന്തുകൊണ്ടാണ് ബുക്നു മസാല അമ്മയുടെ ട്രാവൽ സ്റ്റാപ്പിളാകുന്നത്? The buknu masala was Ma's favorite travel staple because it enhances taste of even the most tasteless dish and would go on rotis and parathas or whatever food were carrying along with them. ബുക്നു മസാല അമ്മയുടെ ഫേവറേറ്റ് ആണ്. ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാറുണ്ട്. ഏത് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡിലും ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും, ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. അതുപോലെ റൊട്ടി, പറാത്ത, ഏത് ഫുഡാണെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ ഈ മസാല ചേരും എന്നാണ് പറയുന്നത്. വാട്ട് വാസ് മാസ് ഗോൾഡൻ റൂൾ റിഗാർഡിംഗ് ഫുഡ്? എന്തായിരുന്നു അമ്മയുടെ ഗോൾഡൻ റൂൾ? ഫുഡിനെ കുറിച്ചിട്ടുള്ള ഗോൾഡൻ റൂൾ എന്തായിരുന്നു? മാസ് ഗോൾഡൻ റൂൾ റിഗാർഡിംഗ് ഫുഡ് വാസ് ദാറ്റ് ദേ മസ്റ്റ് ഈറ്റ് വാട്ട് എവർ വാസ് കുക്ക്ഡ് ഫോർ ദ ഫാമിലി ബിക്കോസ് ഇറ്റ് വാസ് ഗുഡ് ഫോർ ദം. വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിക്കുക, അത് നിങ്ങൾക്ക് നല്ലതാണ്. അതായിരുന്നു ഗോൾഡൻ റൂൾ. വൈ വർ അമിഷ് ആൻഡ് ഹിസ് സിസ്റ്റർ പണിഷ്ഡ് ആൻഡ് ഹൗ? എന്തുകൊണ്ടാണ് അമിഷിനെയും സിസ്റ്ററിനെയും അമ്മ പണിഷ് ചെയ്തത്? എങ്ങനെയാണ് പണിഷ് ചെയ്തത്? അമിഷ് ആൻഡ് ഹിസ് സിസ്റ്റർ വർ പണിഷ്ഡ് ഫോർ റെഫ്യൂസിങ് ടു ഈറ്റ് കരേല സബ്സി ആൻഡ് വർ മെയ്ഡ് ടു ഈറ്റ് ഫോർ ആൻ എൻറ്റയർ വീക്ക്. അമിഷ സിസ്റ്ററും ഒരിക്കൽ കരേല സബ്സി എന്ന് പറഞ്ഞാൽ ബിച്ചർ ഗോഡാണ്, കൈപ്പക്ക. ഒരിക്കൽ അത് പാചകം ചെയ്ത് കൊടുത്ത സമയത്ത് അത് അവർ നിരസിച്ചു. പിന്നീട് ആ ഒരു വീക്ക് മുഴുവൻ ഈ ഒരു കരേല സബ്സി ആയിരുന്നു. ത്രൂ ദിസ് എക്സ്പീരിയൻസ് ഹിസ് മദർ തോട്ട് ദം ദ ഇമ്പോർട്ടൻസ് ഓഫ് അഡാപ്റ്റിംഗ് ടു സർക്കംസ്റ്റാൻസസ് ആൻഡ് ഹാൻഡ്ലിംഗ് ലൈഫ് ചാലഞ്ചസ് വിത്ത് റെസിലിയൻസ്. വാട്ട് മെയ്ഡ് ദ ഓതർ ക്യാപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് ടഫ് സിറ്റുവേഷൻസ്? എങ്ങനെയാണ് നമ്മുടെ ഓതർക്ക്, നമ്മുടെ എഴുത്തുകാരന് ഏത് ടഫ് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത്? എന്താണ് അതിൻ്റെ കാരണം? The author became capable of handling tough situations because his mother taught him early on to make do with whatever you have. She taught them the importance of adapting circumstances and handling life's challenges with resilience. അതായത് ഓതറുടെ അമ്മ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ലൈഫിലുണ്ടാകുന്ന ചലഞ്ചസ് ഒരു ചെറുത്തുനിൽപ്പോടുകൂടി എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു സിറ്റുവേഷൻ അമ്മ പറയുന്നുണ്ട്. അതായത് ഏത് ഫുഡാണെങ്കിലും അത് കഴിക്കണം, അല്ലാതെ അതിനെ റിഫ്യൂസ് ചെയ്യരുത്. അതായത് ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് നമ്മുടെ ലൈഫിലുണ്ടാവും, അവിടെ നമ്മൾ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് നോക്കരുത് എന്നൊക്കെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. വൈ വർ ദ ഫെസ്റ്റിവൽ മീൽസ് സൂപ്പർ സ്പെഷ്യൽ? എന്തുകൊണ്ടാണ് ഫെസ്റ്റിവൽ മീൽസ് സൂപ്പർ സ്പെഷ്യൽ ആയത്? ഫെസ്റ്റിവൽ മീൽസ് വർ സൂപ്പർ സ്പെഷ്യൽ ബിക്കോസ് ഫീച്ചറിങ് പ്യുവർ ഗീ, കീർ ആൻഡ് ബസ്മതി റൈസ്, പുലാവ് ആൻഡ് മൾട്ടിപ്പിൾ സബ്സീസ്. ഫെസ്റ്റിവൽ മീൽസൊക്കെ വളരെ സൂപ്പർ സ്പെഷ്യലാണ്. കാരണം അന്ന് പ്യുവർ ഗീ, നെയ്യ് ഉപയോഗിക്കും അവർ. അതുപോലെ പായസം ഉണ്ടാവും, ബസ്മതി റൈസ്, പുലാവ് ഉണ്ടാവും, മൾട്ടിപ്പിൾ സബ്സീസൊക്കെ ഉണ്ടാവും. വിച്ച് ബുക്ക് ഇൻഫ്ലുവൻസ്ഡ് മാസ് പാരൻറ്റിങ് സ്റ്റൈൽ? വാട്ട് വാസ് ഐഡിയ ഷീ ഗോട്ട് ഫ്രം ദാറ്റ് ബുക്ക്? ഏത് ബുക്കാണ് അമ്മയുടെ പാരൻറ്റിങ് സ്റ്റൈലിനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്? ആ ഒരു ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ എന്തായിരുന്നു? മാസ് പാരൻറ്റിങ് സ്റ്റൈൽ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ചാണക്യനീതി വിച്ച് തോട്ട് ദാറ്റ് പാരൻറ്റ്സ് ഷുഡ് എൻവലപ്പ് ദെയർ കിഡ്സ് ഇൻ ലവ് till they are around 5 years old so that they are
stable and secure. Be tough with them between the ages of 5 and 16 so that they learn to be disciplined and committed to hard work. And from the age of 17, parents should become their friends. അമ്മയുടെ പാരൻറ്റിങ് സ്റ്റൈൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് ചാണക്യനീതിയാണ്. അതിൽ പറയുന്നത് പാരൻസ് 5 ഇയറിൻ്റെ ഉള്ളിലുള്ള കുട്ടികളെ പാരൻസ് നന്നായിട്ട് സ്നേഹിക്കണം. അതുപോലെ 5 to 16 ഇയേഴ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളെ വളരെ ടഫായിട്ട് സ്ട്രിക്റ്റായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഡിസിപ്ലിൻ പടിയുള്ളൂ. അതുപോലെ അവരെ ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ 17 ആയിക്കഴിഞ്ഞാൽ മക്കളെ എന്ത് ചെയ്യുക, ഒരു ഫ്രണ്ടിനെ പോലെ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. വാട്ട് വാസ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാസ് ലെറ്റേഴ്സ് ടു ദ ഓതർ? അമ്മ ഓതറിന് എന്ത് ചെയ്യുമായിരുന്നു, ലെറ്റേഴ്സ് അയക്കുമായിരുന്നു ബോർഡിംഗ് സ്കൂളിലായ സമയത്ത്. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്തായിരുന്നു? ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാസ് ലെറ്റേഴ്സ് ആർ അബൌട്ട് ലൈഫ് ഫിലോസഫി ആൻഡ് ഹൗ ടു ലീഡ് എ ഫുൾഫിൽ ലൈഫ് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് എഡ്യൂക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ അമ്മയുടെ സബ്ജക്റ്റ് മാറ്റർ ജീവിതത്തെക്കുറിച്ചായിരുന്നു, ലൈഫ് ഫിലോസഫി ആയിരുന്നു, എങ്ങനെ നല്ല ഒരു ലൈഫ് ലീഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട്, അതുപോലെ ഗുഡ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്, അതുപോലെ എങ്ങനെ എക്സലൻ്റ് ആവാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്മയുടെ സബ്ജക്റ്റ് മാറ്ററായിട്ട് വന്നിരുന്നത്. ഓക്കെ, താങ്ക് യു.